റോജി എം ജോൺ കാണാൻ സുന്ദരനാണ്, ആക്റ്റീവാണ്, ഒക്കെയാണ്. പക്ഷേ അങ്കമാലിയിൽ വികസന മുരടിപ്പ് എന്നൊരു വാദം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യമാണ് അവിടുത്തെ സീനിയർ നേതാക്കന്മാർക്കിടയിൽ ഇദ്ദേഹത്തോടുള്ള അതൃപ്തി. ഇപ്പോൾ അവിടുത്തെ ട്രേഡ് യൂണിയൻ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിലും ഭേദം മുൻ MLA ആയിരുന്ന PJ ജോയി ആയിരുന്നു എന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം ബെന്നി ബെഹനാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അങ്കമാലിയിൽ മത്സരിക്കുകയും റോജിയെ പിന്നീട് ചാലക്കുടിയിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ അല്ല. ഇതിനകത്ത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ആളുകൾ പലതരത്തിലാണ്. ഇപ്പം ഒരാൾ താടി വെക്കുന്നതും, ഒരാൾ ക്ലീൻ ഷേവ് ചെയ്യുന്നതും, ഒരാൾ മീശ വെക്കുന്നതും, ഒരാൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതും ഒക്കെ അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ റോജി എം ജോൺ സ്ഥിരമായി ക്ലീൻ ഷേവ് നടക്കുന്നതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഇവിടെ അടിത്തട്ടി പണിയെടുത്തിട്ടില്ലെങ്കിലും പിന്നെ പ്രീതിപ്പെടുത്തേണ്ടവരെയും സൂചിപ്പിക്കേണ്ടവരെയും ഏതറ്റം വരെ സൂചിപ്പിക്കുന്നതിലൊക്കെ വളരെ വൈദഗ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അത്തരം പേഴ്സണൽ അലിഗേഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല.